അവസാനം ലാലേട്ടന് പോലും അത് ചോദിക്കേണ്ടതായിട്ട് വന്നു. എന്താണെന്നല്ലേ, ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തി ചെയ്ത കാര്യത്തെക്കുറിച്ച് അത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഒരു വൈരാഗ്യപരമായിട്ട് ചേഷ്ടകൾ കാണിക്കുക, അതിനെതിരെ ഒരു വൈരാഗ്യപരമായിട്ട് പ്രതികരിക്കുക, ഇഷ്ടമല്ലാത്ത രീതിയിൽ അതിനെ എതിർക്കുക, ഇതൊക്കെ ഒരാളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും. അത് ലാലേട്ടൻ്റെ മുന്നിലാണെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ അത് ചോദിക്കും. മറ്റാരുമല്ല, ജാസ്മിൻ്റെ കാര്യം തന്നെയാണ്. ജാസ്മിനെ ഇന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞു ലാലേട്ടൻ. മറ്റൊന്നുമല്ല, ഡൺ ടീമിലുള്ള ആരൊക്കെയാണ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 3 പേര് എണീറ്റിരിക്കുന്നു. ഡൺ ടീമിലുള്ള ജിൻഡോയും അൻസിബയും അതേപോലെ ജാസ്മിനും. നിങ്ങളുടെ റൂം വൃത്തിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. നോക്കുമ്പോൾ റൂം ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അൻസിബയുടെ ബെഡ്ഷീറ്റ് വാരി വലിച്ചിട്ടിരിക്കുന്നു. ജിൻഡോയുടെയും അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് വാരി വലിച്ചിട്ടിരിക്കുന്നു. പിന്നെ കുറേ തുണികൾ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അൻസിബ പറയുന്നുണ്ട്, എൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വയ്ക്കാൻ വിട്ടുപോയി ലാലേട്ടാ, സോറി എന്ന് പറയുന്നുണ്ട്. ജിൻഡോയും പറയുന്നുണ്ട്, ജിൻഡോ ഇനി അങ്ങനെ ആവർത്തിക്കില്ല ലാലേട്ടാ എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. അടുത്ത ജാസ്മിനിലേക്ക് വന്നപ്പോൾ ജാസ്മിൻ അറിയാലോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ മുഖമൊക്കെ മാറും. പിന്നെ ഈ ചോദിച്ച ആളോട് പറഞ്ഞ ആളോട് ഒരു എന്തോ പൂർവ്വജന്മ വൈരാഗ്യമുള്ള പോലെ സംസാരിക്കും. എടുത്തടിച്ച് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളതൊരു വൈരാഗ്യം വെച്ചിട്ടാണോ നിങ്ങളത് കാണുന്നത്? നിങ്ങൾ ചെയ്ത കാര്യമല്ലേ ചോദിക്കുന്നത്, അതിനിങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിച്ചപ്പോൾ അവിടെ ശരിക്കും നമ്മുടെ ജാസ്മിൻ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ഒരിക്കലും ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവിടെ ബാക്കിയുള്ളവരോട് എല്ലാവരും കാണിക്കുന്ന ആ ഒരു ധാർഷ്ട്യം ലാലേട്ടനോട് കാണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ തേഞ്ഞൊട്ടിപ്പോയി.